ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നിറഞ്ഞ് അതിനെയെല്ലാം തരണം ചെയ്ത് ധനികനായിത്തീർന്ന ഒരു വ്യക്തി ഒരിക്കൽ ഒരു വലിയ ആടിനെ അറുത്തിട്ട് തന്റെ മകനോട് പറഞ്ഞു, മോനെ, ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽക്കാരെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാവരെയും ക്ഷണിക്കണം. ഇന്ന് നമുക്ക് അവരുടെ ഒപ്പമാകട്ടെ ഭക്ഷണം. മകൻ തന്റെ പിതാവിന്റെ വാക്ക് കേട്ട് തെരുവിലേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു, ഓടി വരണേ, ഞങ്ങളുടെ വീട് തീ പിടിച്ചു, അത് അണയ്ക്കാൻ ഒന്ന് സഹായിക്കണേ. ഇത് കേട്ടപ്പോൾ കുറച്ചുപേർ മാത്രം പുറത്തേക്ക് വന്നു. ബാക്കിയുള്ളവർ ഇത് കേൾക്കാത്ത ഭാവത്തിൽ വീടിന്റെ അകത്ത് തന്നെ ഇരുന്നു. തന്റെ നിലവിളി കേട്ട് തന്റെ അടുത്തേക്ക് ഓടി വന്നവരോട് യഥാർത്ഥ കാര്യം ആ മകൻ പറഞ്ഞു. അവരുടെ ക്ഷണം സ്വീകരിച്ച് അടുത്തുകൂടിയവരെല്ലാം വീട്ടിലേക്ക് ചെന്നു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പിരിഞ്ഞു. അപ്പോൾ ഈ മകന്റെ അടുത്ത് പിതാവ് ചോദിച്ചു, മകനെ, ഈ വന്നവരൊക്കെ ആരാണ്? ഞാൻ ഇവരെ ആരെയും ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മുടെ അയൽക്കാരും ബന്ധുമിത്രാദികളൊക്കെ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞു, ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരാതെ കേട്ട ഭാവം നടിക്കാതെ അകത്തിരിക്കുന്ന ബന്ധുക്കളെക്കാളും അയൽവാസികളെക്കാളും സുഹൃത്തുക്കളെക്കാളും എന്തുകൊണ്ടും സ്നേഹവും ആതിഥ്യവും അർഹിക്കുന്നവരാണ് ആപത്ത് ഘട്ടങ്ങളിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നവർ എന്ന് മകൻ പിതാവിനോട് പറഞ്ഞു. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, സമ്പത്തുള്ളപ്പോൾ അല്ലെങ്കിൽ സന്തോഷമുള്ളപ്പോൾ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനും നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും. ആപത്ത് ഘട്ടങ്ങളിൽ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും നമ്മൾ കൈവിടരുത്. ഏത് ഘട്ടത്തിലും നമ്മൾ അവരെ തന്നെ മുറുകെ പിടിക്കണം. അവരെക്കാൾ വലിയ കൂട്ടുകാരാരും പിന്നെ നമുക്ക് ലഭിക്കില്ല. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ.